അപ്പൊ നമ്മള് എന്നാന്ന് വെച്ചാൽ പ്രോമിസും അസിങ്കോ അവൈറ്റ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ അസിങ്കോ അവൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് ദിസ് ഫങ്ഷൻസ് യു യൂസ് അവൈറ്റ് ടു പോസ് എക്സിക്യൂഷൻ അൺടിൽ ദ പ്രോമിസ് റിസോൾവ്സ്. അതായത് പ്രോമിസ് റിസോൾവ് ചെയ്യണവരെ ഇങ്ങനെ എക്സിക്യൂഷനെ പോസ് ചെയ്യാനായിട്ടാണ് നമ്മൾ അവൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷന്റെ ഉള്ളിൽ അവൈറ്റ് യൂസ് ചെയ്യുന്നത്. അസിങ്കോ അവൈറ്റ് ഈസ് എ ക്ലീനർ മോർ റീഡബിൾ വേ ടു ഹാൻഡിൽ പ്രോമിസസ്. പ്രോമിസസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള മോർ റീഡബിൾ വേ, നമുക്ക് ഏറ്റവും റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രോമിസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ്, ക്ലിയറിനറും റീഡബിളും ആയിട്ടുള്ള രീതിയിൽ പ്രോമിസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ അസിങ്കോ അവൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അസിങ്ക് ഫംഗ്ഷനകത്താണ് അവൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്തിനാണ്? പ്രോമിസ് റിസോൾവ് ചെയ്യണവരെ എക്സിക്യൂഷനെ പോസ് ചെയ്ത് വെക്കാനായിട്ട്. ഇത് ക്ലീനറും മോർ റീഡബിളും ആക്കും. പ്രോമിസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും ക്ലീനർ മോർ റീഡബിളും ആയിട്ടുള്ള രീതിയാണ്. ഈ പ്രോമിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിൽഡിംഗ് ബ്ലോക്സ് ദാറ്റ് അസിങ്കോ അവൈറ്റ് വർക്ക്സ് ഓൺ ടോപ്പ് ഓഫ്, ബട്ട് പ്രോമിസസ് ദംസെൽസ് ഡോണ്ട് എൻക്ലോസ് അസിങ്കോ അവൈറ്റ്. അതായത് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസസ് ആർ ദ ബേസിക് തിങ് ദാറ്റ് അസിങ്കോ അവൈറ്റ് നീഡ്സ് ടു വർക്ക്. അതായത് അസിങ്കോ അവൈറ്റ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് പ്രോമിസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതാണ് പ്രോമിസസ് എന്ന് വെച്ചാൽ ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് പറയുന്നത്. അസിങ്ക് ആൻഡ് അവൈറ്റ് വർക്ക്സ് ഓൺ ടോപ്പ്. അസിങ്ക് യൂസസ് പ്രോമിസസ് ഇൻസൈഡ് ബട്ട് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ യു. അപ്പൊ എന്നാന്ന് വെച്ചാൽ ടോപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിങ്കും അവൈറ്റും പ്രോമിസസ് ആണ് അതിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ്? ഈസിയർ ആക്കാൻ വേണ്ടി. Promises are the underlying mechanism, means the core system working behind the scenes. But promises themselves don't include async or are the underlying mechanisms. അതായത് means the core system behind working behind the scenes. പ്രോമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ സീൻസ്, അതായത് ഏറ്റവും കോർ ആയിട്ടുള്ള സിസ്റ്റം ആണ്. അസിങ്കോ അവൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ നൈസർ ലെയർ ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് പ്രോമിസസ്. അതായത് പ്രോമിസസിന്റെ അതായത് അസിങ്കും അവൈറ്റും എന്ന് പറയുന്നത് പ്രോമിസസിനെ യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള ഏറ്റവും ഏറ്റവും ഈസിയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് എ പ്രോമിസ്. ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നു. അവൈറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യാനായിട്ടാണ്. അല്ലെങ്കിൽ അവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസസ് അൺടിൽ എ പ്രോമിസ് ഇസ് ഡൺ. അതായത് വെയിറ്റ്, പ്രോമിസ് ഫുൾ റിസോൾവ് ചെയ്ത് കഴിയണവരെയും പോസ് ചെയ്യാനായിട്ടാണ് അവൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രോമിസിനെ റിട്ടേൺ ചെയ്യാനായിട്ടാണ് ഫെച്ച് എന്ന് പറഞ്ഞത്. സോ ബിഹൈൻഡ് ദ സീൻസ് പ്രോമിസ് ആർ ഡൂയിങ് റിയൽ വർക്ക്. പ്രോമിസസ് ആണ് റിയൽ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. ഫംഗ്ഷൻ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. റിട്ടേൺ ഫെച്ച്. ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഇത് എന്നാന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റ് URL ആയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ റെസ്പോൺസ് റിട്ടേൺ ചെയ്യാനായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡോട്ട് തന്നെ റെസ്പോൺസ് അതിന് ഇതിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇതിനെ കോൾ ചെയ്യുമ്പോൾ അപ്പൊ ഇതിനകത്ത് ഡോട്ട് തന്നെ റെസ്പോൺസ് ഡോട്ട് ജെയ്സൺ ഡോട്ട് തന്നെ ഡാറ്റ കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റ ഡോട്ട് ക്യാച്ച് എറർ കൺസോൾ ഡോട്ട് ലോഗ് എറർ എന്ന് വന്നിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനെ എന്ന് വന്നിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ റെസ്പോൺസ് കിട്ടുമ്പോഴത്തേക്കും എന്താണ് ചെയ്യുന്നത്? റെസ്പോൺസ് കിട്ടുമ്പോ റെസ്പോൺസ് അതിനെ ജെയ്സൺ ആയിട്ട് എന്താണ് കൺവേർട്ട് ചെയ്യുന്നു. ജെയ്സൺ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡാറ്റ കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റയെ പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാച്ച് എറർ ഉണ്ടെങ്കിൽ എററിനെ ഹാൻഡിൽ ചെയ്യുന്നു. അതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അസിങ്കോ അവൈറ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിങ്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ഡാറ്റ. അസിങ്ക് ഫംഗ്ഷൻ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അപ്പൊ അസിങ്ക് വെച്ചിട്ട് ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ട്രൈ എന്ന് പറഞ്ഞ കോൺസ്റ്റ് റെസ്പോൺസ് ഈസ്ക്വൽ ടു അവൈറ്റ് ഫെച്ച്.
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നു. അപ്പൊ ഈ URL ഉള്ള ഡാറ്റേനെ റിക്വസ്റ്റ് URL റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഡാറ്റേനെ ഫെച്ച് ചെയ്തിട്ട് വരെയും വെയിറ്റ് ചെയ്യുന്നു. അവൈറ്റ് വെച്ചിട്ട് എന്നിട്ട് റെസ്പോൺസ് സ്റ്റോർ ചെയ്യുന്നു. കോൺസ്റ്റ് ഡാറ്റ ഈക്വൽ ടു അവൈറ്റ് റെസ്പോൺസ് ഡോട്ട് ജെയ്സൺ. അപ്പൊ റെസ്പോൺസ് ഡോട്ട് അതിനെ റെസ്പോൺസിനെ ജെയ്സൺ ഫോർമാറ്റ് ആക്കണ വരെയും വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനകത്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റ. എന്നിട്ട് ഡാറ്റേനെ നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. ഇപ്പൊ എറർ ഉണ്ടെങ്കിൽ എന്താണ് ക്യാച്ചിലേക്ക് പോകുന്നു കൺസോൾ ഡോട്ട് ലോഗ് എറർ. അപ്പൊ ഈ അസിങ്ക് അവൈറ്റും വെച്ചിട്ട് യൂസ് ചെയ്യുന്നതും പ്രോമിസ് മാത്രമായി അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ ഉള്ള കോഡും ഇത് അസിങ്കും അവൈറ്റും യൂസ് ചെയ്തിട്ടുള്ള കോഡും ആണ് ഇത് രണ്ടും. അപ്പൊ ഇതെന്ന് പറയുന്നത് മനസ്സിലായോ? റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും എന്താന്ന് വെച്ചാൽ ഇത്രയും കൂടി ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ റീഡബിളും ക്ലീനറുമായത് ഈ അസിങ്കോ അവൈറ്റ്. ഇത് നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഏറ്റവും റീഡബിൾ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനറുമായിട്ടുള്ളത് അസിങ്കോ അവൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രോമിസിനെ റിസോൾവ് ചെയ്തിട്ട് ഇത് കിട്ടുന്നത്. ഇതാണ് പ്രോമിസും അസിങ്കോ അവൈറ്റും തമ്മിലുള്ള ഡിഫറൻസ്.